യെസ്, അപ്പോൾ ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അതേപോലെ ബോട്ട് ആൻഡ് സ്ട്രീം, അതിന്റെ രണ്ടൂന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 10 ചോദ്യങ്ങൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അതേപോലെ ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് വാഗൺസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. The speed of the train is 90 km per hour when 12 wagons are attached to it and it crosses a platform in 23 seconds. Find the time in which the train will cross the platform when 10 wagons are attached to it. നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒരു ചോദ്യം പോലെ അല്ലേ, കാരണം എന്താ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റിയും കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ സമയം 7 മണി 7:02 വരെ. ട്രൈ ചെയ്ത് നോക്കിക്കോ. ആൻസർ കിട്ടുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാമെങ്കിൽ ഇ എന്ന് വല്ലതും ഇട്ടാൽ മതി. ചാറ്റിൽ ഇ എന്ന് വല്ലതും പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ചോദ്യം വൃത്തിയിൽ വായിച്ചു നോക്കുക. 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് ഇതിൽ. നോർമൽ ആയിട്ട് വരുന്ന ഒരു ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതെന്താണ് പറയുന്നതെന്നുള്ള സാധനം എല്ലാം മനസ്സിലാക്കി ചെയ്യാം. ഷോർട്ട് എന്തെങ്കിലും അറിയാമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന ബേസിക് മെത്തേഡിലായിരിക്കും, കാരണം ബേസിക് മെത്തേഡ് അറിയാൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ട്രൈ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാമെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ മതി. വെയിറ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു. എസ്, ആർക്കെങ്കിലും കിട്ടിയോ? എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാമോ? എങ്ങനെയാ? ജസ്റ്റ് ഒന്ന് പറയോ, എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാമോ, വെയിറ്റ് ചെയ്യണമോ? ഓക്കെ, ഒരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം, സെക്കൻഡുകൾ കൂടെ വെയിറ്റ് ചെയ്യാം. ഇല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. 3 മിനിറ്റ് ആയി അല്ലെ, 7:03 ആയി. യെസ്, അപ്പം എന്തൊക്കെയാ ചോദ്യത്തിൽ പറയുന്നത്? 1 by 1 ആയിട്ട് ക്രാക്ക് ചെയ്തെടുത്തോളൂ. The speed of the train is inversely proportional to the number of wagons attached to it. എത്ര വാഗൺസ് അല്ലെങ്കിൽ എത്ര കോച്ചസ് ആ ട്രെയിനിൽ അറ്റാച്ച്ഡ് ആണോ അതിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തെന്ന് പറയുക, സ്പീഡ് എന്ന് പറയുക. അപ്പൊ ആ സെന്റൻസ് ഞാൻ അതേപോലെ എഴുതി വെക്കുവാണ്. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് വാഗൺസ്. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് വാഗൺസ്. അങ്ങനെയാണെങ്കിൽ ബേസിക് ആയിട്ടൊരു റേഷ്യോ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രൊപ്പോർഷണാലിറ്റി തന്നു കഴിഞ്ഞാൽ, എനിക്ക് അതിന് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ എന്തിടണം? അവിടെ ഒരു കോൺസ്റ്റന്റ് ഇടണം അല്ലെ. അപ്പൊ k/n എന്ന് ഇടുവാണ്. k/n എന്ന് ഞാൻ ഇടുവാണ്. ജസ്റ്റ് അവിടെ വെച്ചെന്നേ ഉള്ളൂ. ബേസിക് കൺസെപ്റ്റ് വെച്ച് ചെയ്യാം, കാരണം ഈ ചോദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന k എന്താണ്? k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ. സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് വാഗൺസ് ഓഫ് ദ ട്രെയിൻ. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുക. നെക്സ്റ്റ് സാധനം പറയുന്നത് നോക്കിക്കേ. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് 90 km/h. 90 km/h. ഓപ്ഷൻസ് എല്ലാം നോക്കി, എല്ലാ സെക്കൻഡിലാണ് കിടക്കുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് km/h ആവശ്യമുണ്ടോ? ഇല്ല. 90 km/h ആണെങ്കിൽ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഇൻറ്റു 5/18 ചെയ്താൽ മതി അല്ലെ. ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും മീറ്റർ പെർ സെക്കൻഡ്? 25 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ ഇക്വേഷനിലോട്ട് സ്പീഡ് എന്നുള്ളത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല. ആദ്യം തന്നെ ഈ സ്പീഡ് അറിയാം. നമുക്ക് എത്ര വാഗൺ ഉണ്ടെന്ന് അറിയാം. ഫസ്റ്റ് കേസിൽ 12 വാഗൺ ആണുള്ളത്, അല്ലെങ്കിൽ 12 കോച്ചസ് ആണുള്ളത്. സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന S is equal to k/n അല്ലെ. അതെന്താ? സ്പീഡ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാഗൺസ്. അപ്പൊ ആ k അതേപോലെ വെച്ചിട്ട് ഇവിടെ നമ്പർ ഓഫ് വാഗൺസ് ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? 12 ആയിട്ട് എടുക്കുകയാണ് അല്ലെ. 12 അല്ലേ ഫസ്റ്റ് കേസിൽ പറയുന്നത്? 12 വാഗൺ. അപ്പൊ അതിൽ നിന്നും എനിക്ക് കെയുടെ വാല്യൂ എന്ത് കിട്ടും? പറഞ്ഞു, കെയുടെ വാല്യൂ എന്ത് കിട്ടും? 25 × 11. കെയുടെ വാല്യൂ എത്ര കിട്ടും? പെട്ടെന്ന് പറഞ്ഞു. 25 × 12. 25 × 12 എത്ര വരും? പെട്ടെന്ന് 25 × 12 എത്ര വരും? 300 വരും. 300 വരും. യെസ്, 300 വരും. ഓക്കെ ആണല്ലോ. ഇത് ബേസിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടി എഴുതി വെക്കാം. എസ് എന്താണ്? എസ് സ്പീഡ് ആണ്.
n എന്താണ്? നമ്പർ ഓഫ് വാഗൺസ് ആണ്, നമ്പർ ഓഫ് വാഗൺസ് ആണ്. ആ ഫസ്റ്റ് സെന്റൻസ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ആക്കി എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ k എന്താണ്? k എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും സാധനമാണ് ചെയ്തത്. അപ്പൊ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 300. കെയുടെ വാല്യൂ 300. അതവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് 12 വാഗൺ when 12 wagons are attached 12 വാഗൺസ് അറ്റാച്ച് ചെയ്യുകയും 25 മീറ്റർ പെർ സെക്കൻഡിൽ ഈ സാധനം ട്രാവൽ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയം കൊണ്ടാണ് ഇത് ഈ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുക? 23 സെക്കൻഡ് കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുക. 23 സെക്കൻഡ് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുക, അല്ലെ? അപ്പൊ ട്രെയിനിന്റെയും അതേപോലെ മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് എടുത്തൂടെ? ലെങ്ത് എങ്ങനെ വരും? ലെങ്ത് കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലാത്തവർ ഇച്ചിരി പാടായിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെയാ? ഈ പറഞ്ഞ ട്രെയിനിന്റെയും വരും, പ്ലാറ്റ്ഫോമിന്റെയും വരും, അല്ലെ? അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, എത്ര വരുന്നത്? 23 ഗുണം എത്ര വരും? 25, അല്ലെ? 23 എന്താ? 23 ടൈം ആണ്. 25 എന്താ? 25 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച സ്പീഡാണ്. കണ്ടുപിടിച്ചതല്ല, 90 km/h ആണ് സ്പീഡ് വന്നിരിക്കുന്നത്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് എത്ര വരിക? 23 × 25 എത്ര വരിക? 23 × 25 575 ആണ്. 575 മീറ്റർ ആണ് എന്ത് വരിക? ലെങ്ത് വരിക. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം, നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഇച്ചിരി ലെങ്ത് ഉള്ള ചോദ്യമാണ്. കൺസെപ്റ്റ് വൈസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ആദ്യം മനസ്സിലാക്കി വെച്ച് ഇതേപോലെ ചെയ്താൽ മതി. സാധനം പിടികിട്ടി കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ട്രെയിൻ വിൽ ക്രോസ് ദ പ്ലാറ്റ്ഫോം വെൻ 10 wagons are attached to it. നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആ വേണ്ടത്? ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടോ? ഡിസ്റ്റൻസിന്റെ കേസിൽ മാറ്റം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് നമുക്ക് എന്തിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം? ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആയിട്ട് എടുക്കാം, അല്ലെ? ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ട സ്പീഡ് കണ്ടുപിടിക്കണം. എപ്പോഴത്തെ സ്പീഡാ കണ്ടുപിടിക്കണ്ടേ? 10 വാഗൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ 10 വാഗൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? കെയുടെ വാല്യൂ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അല്ലെ? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കെയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 300 ആണ്. കാരണം എന്താ? ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് വാഗൺസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് വെച്ച് 300/10 എത്ര വരും? 30 മീറ്റർ പെർ സെക്കൻഡ് വരും. 30 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ടൈം ടേക്കൺ ആണ് കണ്ടുപിടിക്കുന്നത്. ടൈം ടേക്കൺ time in which the train will cross the platform when 10 wagons are attached to it. അതാണ് കണ്ടുപിടിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. ഡിസ്റ്റൻസ് എത്രയാണ്? 575 ആണ്. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് 575. ഫസ്റ്റ് കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചത് 575 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാ? ഇപ്പൊ കണ്ടുപിടിച്ചു, 30. 575/30 പറഞ്ഞോ, ഏത് വരും ആൻസർ? 575/30 ഏത് വരും ആൻസർ? ഓപ്ഷൻ പറഞ്ഞോ. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ ഓപ്ഷൻ മാത്രം പറഞ്ഞാൽ മതി. 575/30. ഓക്കെ, ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി, 19.16 സെക്കൻഡ്. യെസ്, ഡിവൈഡ്സ് ഒക്കെ ചെയ്ത് നോക്കണേ. അപ്പൊ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ, പെട്ടെന്ന് പറയാം. വേറൊരു പാറ്റേണിലുള്ള ചോദ്യം. ബേസിക്കലി സ്പീഡ് ടൈം ഡിസ്റ്റൻസിൽ കാണുന്നതിന് ഒരു എക്സ്ട്രാ സാധനം അഡീഷണലി തന്നിട്ടുണ്ട്. എന്താ അഡീഷണലി തന്നിരിക്കുന്ന സാധനം? ഇതാണ്, സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് വാഗൺസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അങ്ങനെ ഒരു കണ്ടീഷൻ ആദ്യം പറയുന്നുണ്ട്, അല്ലെ? ജനറലി ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്, പക്ഷെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ വെച്ച് ഇതിൽ നിന്ന് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം, അല്ലെ? സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് വാഗൺസ്, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്നും എനിക്ക് ഈ പറഞ്ഞ സ്പീഡിന്റെ ഇക്വേഷൻ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ചുള്ള സ്പീഡിന്റെ ഇക്വേഷൻ എനിക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? S=K/N. ജസ്റ്റ് ആ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് K ഇടുന്നു. അതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഏതാ? 90 km/h ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയാം, അല്ലെ? ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയാം. അപ്പോൾ 12 വാഗൺ വെച്ച് റൺ ചെയ്യുമ്പോൾ
23 സെക്കൻഡിനുള്ളിൽ ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. 23 സെക്കൻഡിനുള്ളിൽ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ നിന്ന് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കും. 23 × 25, 23 × 25. അതെങ്ങനെ 25 വന്നത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 90 km/h ആണ്. 90 km/hനെ എങ്ങനെയാണ് സെക്കൻഡ് ആക്കുക? മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. × 5/18 × 5/18 ചെയ്തു മീറ്റർ പെർ സെക്കൻഡ് ആക്കി. × 5/18 ചെയ്തു മീറ്റർ പെർ സെക്കൻഡ് ആക്കി. എത്ര വന്നു? 25 m/s വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റിയുടെ സാധനം ഇവിടെ 25 m/s വെച്ച് സ്പീഡ് ഈക്വൽ ടു k/n എന്നുള്ള സാധനം വെച്ച് നമ്പർ ഓഫ് വാഗൺസ് 12 കൊടുക്കുന്നു. സ്പീഡ് എത്രയാണ്? 25 കൊടുക്കുന്നു അല്ലെ. അതിൽ നിന്നും എനിക്ക് കെയുടെ വാല്യൂ എത്രയായിട്ട് കിട്ടുന്നു? 300 ആയിട്ട് കിട്ടുന്നു. അതിൽ നിന്നും കെയുടെ വാല്യൂ 300 ആയിട്ട് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? എന്തിന്റെ ഡിസ്റ്റൻസ്? പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എത്രയാണത്? 575 മീറ്റർ. 575 മീറ്റർ. അപ്പൊ 575 മീറ്റർ 575 മീറ്റർ തന്നെ 10 വാഗൺ വെച്ച് ഓടുകയാണെങ്കിൽ കടക്കാനെടുക്കുന്ന ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചുകൂടെ? സ്പീഡ് 10 വാഗൺ വെച്ചാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് സ്പീഡ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ബൈ നമ്പർ ഓഫ് വാഗൺസ് അല്ലെ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാഗൺസ് എത്രയാ? 10 ആണ്. ആദ്യത്തെ കേസിൽ 12 ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എന്തായി? 10 ആയിട്ട് മാറി അല്ലെ. അതെങ്ങനെ സോൾവ് ചെയ്തപ്പോ 30 m/s വരുന്നു. 30 m/s വരുന്നു. അതിൽ നിന്നും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം എന്നുള്ള ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം, ഡിസ്റ്റൻസ് അല്ലെ. എല്ലാം എന്താ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. എല്ലാം ഒറ്റ സാധനം വെച്ചാണ് പോകുന്നത് അല്ലെ. വേറൊന്നും അതിൽ വരുന്നില്ല. ബട്ട് അതിൽ നിന്നും ടൈം കണ്ടുപിടിക്കുന്നു. ടൈം എത്രയാണ്? ടൈം 19.16 സെക്കൻഡ്. 19.16 സെക്കൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാവോ? ക്ലിയർ ആണോ അനക? നെക്സ്റ്റ് ചോദ്യം നോക്കാം. എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 108 km/h, എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 108 km/h crossed the platform which is twice the length of the train in 15 seconds. Another train B which is 450 meter long crossed the pole in 30 seconds. Find how much time taken by the train A to cross the man who was in the train B if both the train is in the same direction. If both the train is moving in the same direction. ചെയ്ത് നോക്കിക്കോ. സമയം 7:14 7:16. കുറച്ച് എന്താ പറയാ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്തു വരുമ്പോൾ എന്താ പറയാ അത്രയും പ്രാക്ടീസ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഒരു ചോദ്യമെങ്കിൽ ചെയ്യുന്ന ചോദ്യത്തിന്റെ എണ്ണം കുറവാണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള സാധനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. വൃത്തിയിൽ പറയുന്ന സാധനം ശ്രദ്ധിച്ച് കേട്ടിട്ട് കൺസെപ്റ്റ് വൈസ് പോയാൽ മതി. ഷോർട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കത്താൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം കൺസെപ്റ്റ് ബൈ കൺസെപ്റ്റ് ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്തെടുത്താൽ മതി. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ആയി വെച്ചിട്ടുള്ള കേസിൽ മൂന്നും പ്രൊപ്പോർഷണാലിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് പറഞ്ഞു പോവാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ചെയ്യും. ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The train running at the rate of 108 km/h 108 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ crossed the platform which is twice the length of the train in 15 seconds. അതായത് ട്രെയിനിന്റെ ലെങ്ത് x ആണെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്തായിരിക്കും? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 2x ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 108 km/h സഞ്ചരിക്കുന്ന സാധനം 15 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് അവർ കവർ ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയാ? ട്രെയിനിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. ട്രെയിനിന്റെ ഡിസ്റ്റൻസും ട്രെയിനിന്റെ ലെങ്ത്തും പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും ആണ് അല്ലെ. ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന എത്രയാണ്? 108 km/h ആണ്. നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്.
108 ഇൻറ്റു 5/18 ഇൻറ്റു എത്ര സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്തേ? 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഒന്ന് പറയോ, ഒന്ന് സോൾവ് ചെയ്തിട്ട് പറയോ. 108 ഇൻറ്റു 5/18 ഇൻറ്റു 15 എത്ര വരും? ക്യാൻസൽ ചെയ്യാനോ ക്യാൻസൽ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞ് എത്ര വരും? 108 ഇൻറ്റു 5/18 ഇൻറ്റു 15 എത്ര വരും? യെസ്, 450 വരും. 450 വരും. സിംപ്ലിഫൈ ചെയ്യുന്നതിൽ സ്പീഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? അല്ലെ? എങ്ങനെ വരും? 108 ഡിവൈഡ് ബൈ 18 രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 6 വരും. 6 5 30, 15 ഇൻറ്റു 3 45, ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ എത്രയായി? 450 ആയി. അപ്പൊ x പ്ലസ് 2x 450 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 3x, എക്സും 2x കൂടെ ആഡ് ചെയ്താൽ 3x ആയി, 450 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 450 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 150. അപ്പൊ 150 എന്ന് പറഞ്ഞാൽ എന്താ? 150 എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ലെങ്ത്തിന്റെ വാല്യൂ x ആണ്. അത് എത്രയാണ്? 150 മീറ്റർ ആണ്. അത് 150 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ട്രെയിനിന്റെ വാല്യൂ കിട്ടി. ഏത് ട്രെയിനിന്റെയാ? ട്രെയിൻ എയുടെ വാല്യൂ കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ ട്രെയിൻ ബി പറയുന്നുണ്ട് അല്ലെ? ആ ട്രെയിൻ ബിയുടെ ലെങ്ത് നമ്മൾ നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്? ട്രെയിൻ ബിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലെ? നോക്കിക്കേ, അനദർ ട്രെയിൻ ബി വിച്ച് ഈസ് 450 മീറ്റർ ലോങ് ക്രോസ്ഡ് ദ പോൾ ഇൻ 30 സെക്കൻഡ്. സിംഗിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, പോയിന്റ് ഒബ്ജക്റ്റ് ആണ് പോൾ അല്ലെ? പോളിനെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും എനിക്ക് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബിയുടെ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? ട്രെയിൻ ബിയുടെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 450 ഡിവൈഡഡ് ബൈ 30 അല്ലെ? എത്ര? 450 ഡിവൈഡ് ബൈ 30, അതാണ് സ്പീഡ് വരിക. സ്പീഡ് ഓഫ് ബി വരിക. എത്ര വരും? 450 ഡിവൈഡ് ബൈ 30. 15 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ ട്രെയിൻ ബിയുടെ സ്പീഡ് കിട്ടി. ഇനി എന്താ പറയുന്നത്? ഇനി പറയുന്നത് ഒരു സെക്കൻഡ് ട്രെയിനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ട്രെയിൻ ബിയിൽ ഇരിക്കുന്ന, ഫൈൻഡ് ഹൗ മച്ച് ടൈം ടേക്കൺ ബൈ ട്രെയിൻ എ ടു ക്രോസ് ദ മാൻ ഹു വാസ് ഇൻ ട്രെയിൻ ബി. ഫൈൻഡ് ഹൗ മച്ച് ടൈം ടേക്കൺ ബൈ ട്രെയിൻ എ. ബി എന്ന് പറഞ്ഞ ട്രെയിനിൽ ഇരിക്കുന്ന ഒരാളിനെ ക്രോസ് ചെയ്യാൻ ട്രെയിൻ എ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്, രണ്ട് ട്രെയിനും മൂവിങ് ആണ്. ഏത് ഡയറക്ഷനില? സെയിം ഡയറക്ഷനിൽ മൂവിങ് ആണെങ്കിൽ അവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരും അല്ലെ? യെസ്, റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് എങ്ങനെയാ? ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? 108 കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് ആക്കി ജസ്റ്റ് അവിടെ വെച്ചേക്കാം, കൺഫ്യൂഷൻ വരണ്ട. 6 കൊണ്ട് എത്ര വരും? 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ? ട്രെയിൻ എയുടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ 30ഉം ട്രെയിൻ ബിയുടെ 15ഉം ആണ്. യെസ്, അപ്പം സെക്കൻഡ് ട്രെയിനിൽ ഇരിക്കുന്ന ഒരാളെ ഫസ്റ്റ് ട്രെയിൻ ആണ് ക്രോസ് ചെയ്യുക. അപ്പൊ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുക. ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് അല്ലെ? സെക്കൻഡ് ട്രെയിനിൽ ഇരിക്കുന്ന ഒരാളെ പാസ് ചെയ്യുന്നത് എന്താ? ഈ പറഞ്ഞ ഫസ്റ്റ് ട്രെയിൻ ആണ് കടന്നു പോകുന്നത്. ഇയാളെ പാസ് ചെയ്യുന്നത്, കടന്നു പോകുന്ന ആ ഒറ്റ ആളെയാണ് പറയുന്നത്. സെക്കൻഡ് ട്രെയിനിൽ ഇരിക്കുന്ന ഒറ്റ ആളെയാണ് പറയുന്നത്. മൊത്തത്തിലുള്ള ട്രെയിൻ വെച്ച് എടുക്കുവാണെങ്കിൽ അവിടെ സെക്കൻഡ് ട്രെയിനിന്റെ ലെങ്ത് കൂടെ എടുക്കാനുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല, അതിന്റെ ഇരിക്കുന്ന ഒരാളെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ? അപ്പൊ എന്താ? ആ 150 എടുക്കാം നമുക്ക്. 150 റിലേറ്റീവ് സ്പീഡ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മൈനസ് 15 വരും. എക്സ് മൈനസ് വൈ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ എക്സ് പ്ലസ് വൈ. ഓക്കെ ആണോ? റിലേറ്റീവ് സ്പീഡ് കൺസെപ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിലേറ്റീവ് സ്പീഡിൽ രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അത് പോലീസ് തീഫ് അങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് വരും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് വരും, എക്സ് പ്ലസ് വൈ എന്ന് വരും. അതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം, അതോടെ ശ്രദ്ധിച്ചു കേട്ടോ. നേരെ മറിച്ച് ബോട്ടിന്റെ കേസിലാണെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡ് കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സെയിം ഡയറക്ഷൻ, ഒഴുക്കിന്റെ അതേ ദിശയിലാണ് ബോട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കേസിൽ രണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് വരും. അവിടെ നേരെ തിരിച്ചു, ബോട്ടിന്റെ കേസിൽ നേരെ തിരിച്ചു. അത് ഇപ്പൊ പറയേണ്ട കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന എന്താ? ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആണ് കവർ ആവുന്നത്. ആളെ പാസ് ചെയ്ത് പോകുന്ന ഫസ്റ്റ് ട്രെയിൻ ആണ് അല്ലെ? അപ്പൊ റിലേറ്റീവ് സ്പീഡ് എടുക്കണം ഇൻറ്റു ടൈം.
ഇൻറ്റു ടൈം അല്ലെ. അപ്പൊ 30 15 പോയാൽ 15, 150 ഡിവൈഡഡ് ബൈ 15 ടൈം എത്രയാ വരുന്നത്? 10 seconds. ടൈം 10 seconds. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് റിലേറ്റീവ് സ്പീഡ് ആണ്. 30 മൈനസ് 15. റിലേറ്റീവ് സ്പീഡ് സെയിം ഡയറക്ഷൻ സൈഡിൽ എഴുതി വെക്കാം. റിലേറ്റീവ് സ്പീഡ് സെയിം ഡയറക്ഷൻ എക്സ് മൈനസ് വൈയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ. ഓക്കെ ആണോ? മൂവ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഉത്തരം ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ചോദ്യം. എ പേഴ്സൺ ഡ്രൈവ്സ് ഹിസ് മോട്ടോർസൈക്കിൾ at 55 കിലോമീറ്റർ പെർ അവർ. At 55 kilometer per hour. Just a second. Person drives his motorcycle at 55 kilometer per hour for 4 hours. At 55 kilometer per hour for 4 hours and at a speed of 60 kilometer per hour for the next 5 hours. ആദ്യത്തെ 4 മണിക്കൂറിൽ 55 കിലോമീറ്റർ സ്പീഡിലും കിലോമീറ്റർ പെർ അവർ വേഗതയിലും പിന്നീടുള്ള 5 മണിക്കൂറിൽ 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഒരാൾ എന്ത് ചെയ്യുന്നു? ബൈസൈക്കിൾ ഓടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി ഫൈൻഡ്സ് ദാറ്റ് ഹി കവേർഡ് ഓൺലി 4/5 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. മൊത്തത്തിലുള്ള ഡിസ്റ്റൻസിന്റെ 4/5 മാത്രമേ ആണോ? അല്ല, 5/4 ഭാഗം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇയാൾ കവർ ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 4 out of 5 മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. Then find the speed in kilometer per hour of the motorcycle if he want to cover the remaining distance in 2.5 hours. ബാക്കിയുള്ള ഡിസ്റ്റൻസ് 2.5 മണിക്കൂർ സമയത്തിനുള്ളിൽ കവർ ചെയ്യണമെങ്കിൽ ഇയാൾ ഏത് സ്പീഡിൽ ട്രാവൽ ചെയ്യണം? കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കുക. യെസ്, ചെയ്തോ. ഷോർട്ട് കട്ടാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ അകത്ത് ഓവർ കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു അസംഷന്റെ പുറത്ത് അങ്ങ് ചെയ്യും. 4/5 എന്നുള്ള ഒറ്റ റേഷ്യോ വെച്ച് 4/5 എന്നുള്ള ഒറ്റ റേഷ്യോ വെച്ച് നമുക്ക് ചെയ്യും. കൊള്ളാം. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ പേഴ്സൺ ഡ്രൈവ്സ് ഹിസ് മോട്ടോർസൈക്കിൾ at 55 kilometer per hour for 4 hours. 55 kilometer per hour 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നു. And at a speed of 60 kilometer per hour for the next 5 hours. After that he finds that he covered only 4/5 of the total distance. Distance. Then find the speed of the motorcycle if he want to cover the remaining distance. If he want to cover the remaining distance in 2.5 hours. ഇത് എങ്ങനെ ചെയ്തേ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയോ? റേഷ്യോ വെച്ചിട്ടാണോ ചെയ്തത്? എങ്ങനെയാ റേഷ്യോ? മീൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, എന്താ പറയാ, 4/5 അസംഷൻ ചെയ്തിട്ടാണോ ചെയ്തേ? 4/5 വെച്ച്. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് 4/5 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. 4/5 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 5ന്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കുകയാണ്. 5ൽ 4 എന്ന് പറയുന്നത് ഞാൻ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 50 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ ആണല്ലോ? 50 ആയിട്ട് എടുക്കുവാണ്. അപ്പൊ ആദ്യത്തെ 4 മണിക്കൂറിൽ ഇദ്ദേഹം കവർ ചെയ്യുന്ന എത്രയായിരിക്കും? ആദ്യത്തെ 4 മണിക്കൂറിൽ ഇദ്ദേഹം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പറയോ? 55 × 4 അല്ലെ? സ്പീഡ് ഇൻറ്റു ടൈം എത്രയാ? 55 × 4 220. ആദ്യത്തെ 4 മണിക്കൂറിൽ കവർ ചെയ്യുന്നു. യെസ്. അതേപോലെ അടുത്ത 5 മണിക്കൂറിൽ കവർ ചെയ്യുന്നതോ 60 × 5 എത്രയാണ്? 300. ഓക്കെ ആണല്ലോ? യെസ്.
ഇത്രയും സാധനം കവർ ചെയ്ത് കഴിഞ്ഞപ്പം എത്ര ഡിസ്റ്റൻസ് കവറായി? 520 ഡിസ്റ്റൻസ് കവറായി. 520 കിലോമീറ്റർ കവറായി അല്ലെ? ഇനി നമുക്ക് ഈ തിരിച്ച് റേഷ്യോയിലോട്ട് വരാം. ഞാൻ ഈ 4/5 എന്നുള്ള റേഷ്യോ വെച്ച് 5ന്റെ ഒരു മൾട്ടിപ്പിളിനെ ഞാൻ എന്തായിട്ട് എടുക്കുവാണ്? ഈ പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണ്. അത് 5ൽ 4 ആണ് ആദ്യം കവർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 50 ഞാൻ റേഷ്യോ പ്രകാരം 50 ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഈ ഇത്രയും ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാൻ എത്രയാ ട്രാവൽ ചെയ്തേ? ആദ്യം ട്രാവൽ ചെയ്തത് 5ൽ 4 ട്രാവൽ ചെയ്തത്. അപ്പൊ 4/5 ഓഫ് 50 ആദ്യം ട്രാവൽ ചെയ്യുന്നു. 4/5 ഓഫ് 50 എന്ന് പറഞ്ഞാൽ എത്രയാ? 40. ഈ 40 റേഷ്യോ പ്രകാരം 40 ഉള്ള എത്രയാ? 40 ആണ് റേഷ്യോ പ്രകാരം. അതിന്റെ എക്സാക്ട് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 520 കിലോമീറ്റർ ആണ്. 520 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഒരു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 520 ഡിവൈഡ് ബൈ 40 അല്ലെ? 52 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 13 വരും. യെസ്, ഒരു റേഷ്യോ 13 ആണ്. 40 റേഷ്യോ 520 ആണ്. ഒരു റേഷ്യോ 13 ആണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? then find the speed of the motorcycle if we want to cover the remaining distance. remaining distance എത്രയാ? remaining distance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. റിമൈനിങ് ഡിസ്റ്റൻസ് 10 ആണ് അല്ലെ? മൊത്തത്തിലുള്ള 50 ആണ്. 50ൽ 40 ഞാൻ കവർ ചെയ്തു. മിച്ചമുള്ള എത്രയാ? 10 ആണ്. ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1 13 ആണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ 130 ആണ്. 130 ആണ്. അങ്ങനെയാണ് ഈ 130 കിലോമീറ്റർ 2.5 മണിക്കൂറിൽ കവർ ചെയ്യണമെങ്കിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? എത്ര വരും? 130 ഡിവൈഡ് ബൈ 2.5 എത്ര വരും? 130 ഡിവൈഡ് ബൈ 2.5 52 കിലോമീറ്റർ പെർ അവർ വരും. 52 കിലോമീറ്റർ പെർ അവർ വരും. സിമ്പിൾ ആയിട്ട് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ഉത്തരം നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ബോട്ടിന്റെ ഒരു ചോദ്യം. Amar rose to a place at a distance of 80 kilometer. Amar rose to a place at a distance of 80 kilometer and comes back to the starting point in a total of 36 hours. And comes back to the starting point in a total of മൊത്തത്തിലുള്ള സമയമാണ് തന്നിരിക്കുന്നത് 36 മണിക്കൂർ. in a total of 36 hours. in a total of 36 hours. റേഷ്യോ വെച്ച് ചെയ്യാം. പക്ഷെ ആ കണ്ടീഷൻ ഓർമ്മയില്ല, നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് ബേസിക് കൺസെപ്റ്റ് വെച്ച് ചെയ്താൽ സമയം എടുക്കത്തില്ല. He finds that he can row 10 kilometer with the stream in the same time as 8 kilometer against the stream. 10 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകുന്നത് എടുക്കുന്ന സമയം തന്നെയാണ് 8 കിലോമീറ്റർ അപ്സ്ട്രീം പോകാൻ എടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? What is the speed of the boat in still water? ട്രൈ ചെയ്ത് നോക്കിക്കോ. ഡിസ്റ്റൻസ് 2 എന്താണ്? 80 കിലോമീറ്റർ ആണ്. ആൻസർ കിട്ടുവാണെങ്കിൽ പറഞ്ഞു. യെസ്, ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, നമുക്ക് പറയാം. അമർ റോസ് ടു എ പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 80 കിലോമീറ്റർ അല്ലെ? 80 കിലോമീറ്റർ താഴോട്ട് പോകുന്നു. എന്നിട്ട് ആദ്യം താഴോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടും വരും. താഴോട്ടെന്ന് ഉദ്ദേശിച്ച ഡൗൺ സ്ട്രീം അപ് സ്ട്രീമും ആണ്. തിരിച്ച് ഇങ്ങോട്ടും വരും അല്ലെ? അതാണ് പറയുന്നത്. അതിനെടുക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സമയം എത്രയാണ്? 36 മണിക്കൂറാണ് അല്ലെ? 80 കിലോമീറ്റർ താഴോട്ട് പോയി, 80 കിലോമീറ്റർ താഴോട്ട് പോയി, തിരിച്ച് മുകളിലോട്ടൂടെ 80 കിലോമീറ്റർ വന്നു. അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എന്നുള്ള രീതിയിൽ ഓർത്തെടുത്താൽ താഴോട്ട് മുകളിലോട്ട്, അങ്ങനെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ചോദ്യത്തിൽ വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. ഹി ഫൈൻഡ്സ് ദാറ്റ് ഹി ക്യാൻ റോ 10 കിലോമീറ്റർ വിത്ത് ദ സ്ട്രീം. അതായത് ഇങ്ങോട്ട് താഴോട്ട് ഡൗൺ സ്ട്രീം പോകുമ്പോൾ, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്കിന്റെ അതേ ദിശയിൽ, ഒഴുകുന്ന അതേ ദിശയിൽ അല്ലെ? ഒഴുക്കിന്റെ സ്ട്രീമിന്റെ ഫ്ലോ എങ്ങോട്ടാണോ അതേ രീതിയിൽ റോ ചെയ്ത് തുഴഞ്ഞു പോകുമ്പോൾ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണോ അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന്
അതേ സമയത്ത് കവർ ചെയ്യാൻ പറ്റുന്ന അപ്സ്ട്രീം വരുമ്പോൾ ഒഴുക്കിനെതിരായിട്ട് തുഴയുമ്പോൾ ഇദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 8 കിലോമീറ്റർ ആണ്. 8 കിലോമീറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പീഡ് എടുത്തുകൂടെ? സ്പീഡ് അതിനു മുമ്പ് ടൈം ടേക്കൺ എക്സ് ആയിട്ട് എടുക്കുവാണ്. ഏത് കേസിലാ? ഈ രണ്ടാമത്തെ കേസിൽ രണ്ടും ഒരേ സമയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ലേ? ഒരേ സമയമായിട്ട് കൺസിഡർ ചെയ്തതിൽ ടൈം ടേക്കൺ ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 10 കിലോമീറ്റർ പോകാൻ വേണ്ടി എടുക്കുന്ന സ്പീഡ് അതെനിക്ക് എടുത്തുകൂടെ? എങ്ങനെയാ? 10/x എന്ന് എടുക്കാം അല്ലെ? 10/x എന്താണിത്? ഡൗൺ സ്ട്രീം സ്പീഡ്, ഒഴുക്കിന്റെ കൂടെ. അപ്സ്ട്രീം സ്പീഡ് ആണെങ്കിലോ? അപ്സ്ട്രീം സ്പീഡ് ആണെങ്കിൽ എങ്ങനെ വരും? 8/x വരും. 8/x വരും. ഓക്കെ ആണല്ലോ? 8/x അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും. ഇനി ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടി അല്ലെ? ഇനി നമ്മൾ ഏതിലോട്ട് കൊണ്ടുപോയിടുക? നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് കണ്ടീഷൻ. താഴോട്ട് 80 കിലോമീറ്റർ പോയപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരുന്നു? അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ടൈം എത്രയായിരുന്നു എടുത്തത്? ഡൗൺ സ്ട്രീം പോകാൻ വേണ്ടി എടുത്ത ടൈം ഫോർ ഡൗൺ സ്ട്രീമിന് എടുത്ത ടൈം. ഒഴുക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി 80 കിലോമീറ്റർ താഴെ ഒഴുക്കിന്റെ അതേ ദിശയിൽ സഞ്ചരിച്ചപ്പോൾ, അതായത് ഈ സൈഡിലോട്ട്, ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചപ്പോൾ 80 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതിനെടുത്ത സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? സ്പീഡ് 10/x ആണ്. 10/x ആണ് അല്ലെ? എത്ര വരും അത്? 8x വരും അല്ലെ? അടുത്തത് അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന ടൈം. അപ്സ്ട്രീം പോകാൻ സെയിം ദൂരമാണ് 80/8/x ആണ്. 80/8/x ആണ്. അത് എത്രയാണ്? 10x ആണ്. 80/8/x. ഓക്കെ ആണോ? നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് കണ്ടീഷൻ എന്താ? സെക്കൻഡ് കണ്ടീഷൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ ഡൗട്ട് വരരുത്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കണ്ടീഷന്റെ പാർട്ടായിട്ട് 80 കിലോമീറ്റർ താഴോട്ടും 80 കിലോമീറ്റർ അപ്സ്ട്രീമും വന്ന് 36 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴാണ് ഇയാൾ തിരിച്ചറിയുന്നത് എന്ത്? 10 കിലോമീറ്റർ താഴോട്ട് പോകുന്ന അതേ സമയം, ഒഴുക്കിന്റെ കൂടെ 10 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അതേ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 8 കിലോമീറ്റർ ആണ്. ആ കണ്ടീഷൻ വെച്ച് നമ്മൾ ആദ്യം അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും എടുക്കുന്നു. അതിനുശേഷം ഡൗൺ സ്ട്രീം ടൈം എടുക്കും. ഡൗൺ സ്ട്രീം ടൈം, അപ്സ്ട്രീം ടൈം എടുക്കുകയാണ്. ടൈം രണ്ട് കേസിൽ വരും, കൺഫ്യൂഷൻ വരരുത്. ഒന്നാമത്തെ കേസിലുള്ള ടൈം എന്താണ്? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 10 കിലോമീറ്റർ പോകാൻ എടുത്ത ടൈം തിരിച്ച് അപ്സ്ട്രീം 8 കിലോമീറ്റർ വരാൻ എടുത്ത ടൈമും സെയിം ആണ്. ആ ടൈമാണ് എക്സ് ആയിട്ട് എടുത്തത്. അതും രണ്ടാമത്തെ ടൈമും തമ്മിൽ എന്താ പറയാ, ഡൗട്ട് വരരുത്. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ട് ടൈമും കിട്ടി, 8x-ഉം 10x-ഉം. 8x-ഉം 10x-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരണം? 36 അവേഴ്സ് വരണം. ടോട്ടൽ ടൈം 36 അവേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 18x എന്നുള്ളത് 36 മണിക്കൂർ ആണെങ്കിൽ, 18x എന്നുള്ളത് 36 മണിക്കൂർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എനിക്ക് എന്തായിട്ട് പറയാം? 2 അവേഴ്സ് ആയിട്ട് പറയാം. 2 അവേഴ്സ് ആയിട്ട് പറയാം അല്ലെ? എക്സിന്റെ വാല്യൂ 2 അവേഴ്സ് ആയിട്ട് പറയാം. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഇവിടെ എന്ത് ഓർമ്മ വരണം? ഇവിടെ റിലേറ്റീവ് സ്പീഡും ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ കൺസെപ്റ്റ് ഓർമ്മയാണ്. ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കിന്റെ അതേ രീതിയിലാണ് സഞ്ചരിക്കുന്നത്, ഒഴുക്കിന്റെ അതേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എങ്ങനെ വരും? സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ്. ഇതെപ്പോഴാ? ഇത് ഡൗൺ സ്ട്രീം അല്ലെ? സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് പ്ലസ് എന്താണ്? സ്ട്രീമിന്റെ സ്പീഡ് ബോട്ടിന്റെ കേസിൽ. അതേപോലെ തിരിച്ച് അപ്സ്ട്രീം ആണെങ്കിൽ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ലെ? ഈ സാധനം ഓർമ്മ വരണം. അതവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് ഒരു സാധനം കൂടി ഇവിടെ ഓർക്കാനുണ്ട്. എങ്ങനെയാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കുക? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അതിന്റെ ഫോർമുല ഉണ്ട്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ? അപ്സ്ട്രീം സ്പീഡ് അറിയാം, എത്രയാ? 10/x ആണ്. സോറി, 8/x ആണ്. 8/x ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്ത് എത്രയായി? 4 അല്ലെ? 4 കിലോമീറ്റർ പെർ അവർ ആയി. അടുത്തത് 10/2 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 5 കിലോമീറ്റർ പെർ അവർ ആയി. 5 കിലോമീറ്റർ പെർ അവർ ആയി. ഇവിടെ 4 കിലോമീറ്റർ പെർ അവർ ആയി. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എങ്ങനെ? അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 ആണ്. 5 പ്ലസ് 4 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 4.5 കിലോമീറ്റർ പെർ അവർ. 4.5 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ഡി.
ഓക്കെ ആണോ? ബേസിക് കൺസെപ്റ്റ് പറയാൻ കാരണം കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 36 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് ആദ്യത്തെ കേസിൽ ആ രണ്ടാമത്തെ കണ്ടീഷനിൽ നിന്ന് എക്സ് സ്പീഡിന് പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല, അതേ സ്പീഡിലാണ് ഇദ്ദേഹം 80 കിലോമീറ്റർ താഴോട്ടും 80 കിലോമീറ്റർ തിരിച്ച് അപ്സ്ട്രീമിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ സ്പീഡ് നമുക്ക് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ടൈം എക്സ് ആയിട്ട് എടുത്ത് ഏത് ടൈമാണ് എന്ന് ഓർക്കണം. ക്ലിയർ ആണോ? മാക്സിമം ചെയ്ത് നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. യെസ്, ഫൈൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.